ഇന്ന് കുറച്ച് ഭക്തി പ്ലസ് കുലസ്ത്രീ മൂടാട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് സൺസ്ക്രീനൊക്കെ തേച്ചിട്ടാണ് പുറപ്പാട്. ഇതിപ്പോൾ ഒരു പ്രൊമോഷനൊന്നുമല്ല, ഞാൻ ബോഡിയിലും ഫേസിലൊക്കെ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. എന്താണെങ്കിലും ഒരുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്കാണ് പോയത്. പിന്നെ ഇന്ന് എന്താണ് ഭക്തിമാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏട്ടൻ്റെ ഫ്രണ്ടായിട്ടുള്ള കുഞ്ഞൻ സാമിയാണ്. അപ്പോൾ കുറേ ആയി ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നു കുഞ്ഞൻ ഒരു നേരത്തെ ഊണ് കൊടുക്കണം എന്നുള്ളത്. സാമിമാരെ ഫുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാദ്യം വരിക കപ്പയും കടലയാണ്. അതിന് വേണ്ടിയിട്ട് കടല വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ആ ടൈമിലാണ് ഏട്ടനൊരു അബദ്ധവും കാണിച്ചു വന്നത്. സംഭവം വേറൊന്നല്ല, കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. അപ്പൊ ഞാൻ അതിനുള്ള മുറികൂട്ടിയൊക്കെ ഒന്ന് ഉരച്ച് വെച്ചു കൊടുത്തു കേട്ടോ. ചോര നല്ലോണം പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ട് പപ്പടം പൊരി പോലത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആദ്യം തന്നെ തീർത്തു വെച്ചു. പിന്നെ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ അമ്മയും സഹായത്തിന് ഉണ്ടായിരുന്നു. സംഭവം വെജ് ആണെങ്കിലും സൈഡിൽ വെക്കാൻ എന്തെങ്കിലും വേണ്ടതെന്ന് വെച്ചിട്ട് സോയാബീൻ നല്ലോണം വറുത്തെടുത്തു. ഇത് ഒറ്റയ്ക്ക് തന്നെ തിന്നാൻ അടിപൊളിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ വറുത്തെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് അവിടുന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് തന്നെ ചോറ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓടിപ്പോയിട്ട് അരി വാർത്തു. കുറെ ആളുള്ളതുകൊണ്ട് തന്നെ വലിയ പാത്രത്തിലാണ് ചോറ് വെച്ചത്. അതുകൊണ്ട് തന്നെ വാർക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് വാർത്ത് വെച്ചു. ചോറും വാർത്ത് സലാഡും ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് തന്നെ അതിലും വലിയ പണി എനിക്ക് വേറെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മോൾ ഒരു പൈപ്പൊക്കെ തുറന്നിട്ട് വെള്ളം ഇങ്ങനെ കളയാണ്. പിന്നെ അവളെ എടുത്തു പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി വന്നു. എന്റെ ഈ കഷ്ടപ്പാട് കണ്ടിട്ടാന്ന് തോന്നുന്നു ഏട്ടൻ എനിക്ക് കപ്പയൊക്കെ മുറിച്ച് റെഡിയാക്കി തന്നു. ഞാൻ ആ സമയം അങ്ങോട്ട് പോയിട്ട് ഒരു ചമ്മന്തിയും കൂടെ അരച്ചു കേട്ടോ. അപ്പോഴത്തേക്കിന് അച്ഛൻ ഇല മുറിച്ചു വന്നു. അങ്ങനെ ഏകദേശം എല്ലാം സെറ്റായി. ക്ലീനിങ്ങും കഴിഞ്ഞ് കടലയും കപ്പയും കൂടെ യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പടി മൊത്തത്തിൽ തീർന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. എന്താണെങ്കിലും അതും കൂടെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്തു. സെറ്റ് ചെയ്ത് വെച്ച ഫുഡുകളൊക്കെ നല്ലോണം വിളമ്പിയിട്ട് മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ട് അവരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു. പിന്നെ ഞാൻ എത്രയൊക്കെ നോൺ വെജ് ഫാനാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരു വെജ് കഴിക്കാന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. എന്താണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സൺസ്ക്രീനിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായിട്ട് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ.